Hi friends, welcome to Teacher Study Corner and you are watching Psychology Study Corner. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈഗോട്സ്കീസ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന ഒരു തിയറിയാണ്. ഇത് സോഷ്യോ കൾച്ചറൽ തിയറി എന്നറിയപ്പെടുന്നുണ്ട്. വൈഗോട്സ്കീസ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് അറിയാവുന്നൊരു കാര്യം, വൈഗോട്സ്കി ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റാണ്. സാധാരണ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കോമൺ വേറൊരു നെയിം അറിയാവുന്നത് ബാന്ധുര ആൻഡ് വോൾട്ടേഴ്സ് എന്ന് പറയുന്ന രണ്ട് പേരെ ആയിരിക്കും. അത് സോഷ്യൽ ലേണിംഗ് തിയറിയാണ്. ഇത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസവും. ഇതൊരു കൊഗ്നിറ്റീവ് ആസ്പെക്റ്റ് ഉള്ളൊരു തിയറി കൂടെയാണ്. അപ്പോൾ നമുക്ക് തിയറിയിലേക്ക് പോകാം. ഈ തിയറിയുടെ മെയിൻ പോയിൻ്റ് ഇതാണ്: സോഷ്യൽ ഇൻ്ററാക്ഷനാണ് നമ്മുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് വരുത്തുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ ഇൻ്ററാക്ഷൻ എന്നുള്ളതാണ് ഇവിടുത്തെ കീവേഡ്, സോഷ്യൽ ഇൻ്ററാക്ഷൻ. ഇനി വൈഗോട്സ്കിയുടെ തിയറിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും കാണുന്ന രണ്ട് ടേംസ് നമ്മൾ ഒരുപാട് തവണ പഠിക്കും. പക്ഷേ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് ആ രണ്ട് ഐഡിയാസ് മറന്നു പോകാറുണ്ട്. അങ്ങനെയുള്ള രണ്ട് ടേംസാണ്, എന്നാൽ അത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ZPD ആൻഡ് സ്കഫോൾഡിങ്. ZPDയും സ്കഫോൾഡിങ്ങുമാണ് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസ്. എന്താണ് ZPD? ഡെഫിനിഷൻ ഓർമ്മയിൽ വന്ന് കാണും. എന്താണ് ഇതിൻ്റെ എക്സ്പാൻഷൻ? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് പറയുന്നതിന് അതിന് വളരെ മുൻപ് നമ്മൾ ചിന്തിക്കേണ്ട മറ്റ് 2-3 ലെവൽസ് ഓഫ് ലേണിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ലെവൽസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഉണ്ട്. ലെവൽസ് ഓഫ് ലേണിംഗ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ്. എന്തിനാണ് ഈ ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്? ഇപ്പം നമ്മളൊരു ലേണറാണ്. ഒരു ടൈമിൽ, നമുക്ക് ഈ തന്നിരിക്കുന്ന ഒരു ടൈമിൽ നമ്മളുടെ സ്വന്തമായിട്ടുള്ള കഴിവ് കൊണ്ട് നമ്മൾ ഓൾറെഡി റീച്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ ഒരു ലെവൽ ഓഫ് ഡെവലപ്മെൻ്റ് ഉണ്ടല്ലോ, അതിനെയാണ് ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് അറ്റ് എ ഗിവൺ ടൈം എ ലേണർ ഹാസ് ഓൾറെഡി റീച്ച്ഡ് അറ്റ് എ ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ്. ദാറ്റ് ഡെവലപ്മെൻറ്റ് ഈസ് കോൾഡ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ്. ഇനി രണ്ടാമത്തേത് ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്. ആക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് എത്തിയതാണ്. അടുത്തത് ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ഒരു ഗൈഡൻസ് കിട്ടാറുണ്ട്, ടീച്ചേഴ്സിൻ്റെ ഗൈഡൻസ് നമുക്ക് കിട്ടാറുണ്ട്. ഇതുകൂടാതെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒരു സോഷ്യൽ ഇൻറ്ററാക്ഷൻ വരാറുണ്ടല്ലോ, പിയർ ഗ്രൂപ്പിൻ്റെ അല്ലേ, ഒരു ഇൻറ്ററാക്ഷൻ വരാറുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇൻറ്ററാക്ഷനും ഗൈഡൻസും സപ്പോർട്ടും ഒക്കെ കാരണം നമ്മുടെ ലേണറിന് ഒരു പെർട്ടിക്കുലർ ഡെവലപ്മെൻറ്റ് റീച്ച് ചെയ്യാൻ പറ്റും. അതിനെയാണ് ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ദ ലേണർ ഈസ് കേപ്പബിൾ ഓഫ് റീച്ചിങ് എ പെർട്ടിക്കുലർ ലെവൽ അണ്ടർ ദി ഗൈഡൻസ് ഓഫ് ടീച്ചേഴ്സ് ഓർ ഇൻ ദ കൊളാബറേഷൻ വിത്ത് പിയേഴ്സ് ഈസ് കോൾഡ് ലെവൽ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. അപ്പം നമ്മൾ ഒരു ഗ്രാഫ് ഓർമ്മയുണ്ടാവും ഈ വൈഗോട്സ്കിയുടെ തിയറി പറയുമ്പോൾ. ആ തിയറിയിൽ ഇങ്ങനെ ഒരു കർവ് ഇങ്ങനെ കാണിച്ചിട്ട് 3 ലെവൽസ് കാണിക്കും. ആദ്യത്തേത് ഒരാളുടെ ആക്ച്വൽ ഡെവലപ്മെൻറ്റ്, പിന്നെ അങ്ങനെ അയാളുടെ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്. ഇനി ഇതിന് രണ്ടിനും ഇടയിലായിട്ട് ഒരു ഗ്യാപ്പ് കാണാം. ഒരാളുടെ ആക്ച്വൽ ഡെവലപ്മെൻറ്റിനും അയാളുടെ പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റിനും ഇടയിൽ ഒരു ഗ്യാപ്പ് കാണാൻ കഴിയും. ആ ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക? ആ ഗ്യാപ്പിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. ആദ്യം നമ്മൾ എത്തിച്ചേരുന്ന ഈ പോർഷനാണ് നമ്മുടെ ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ്. ഇത് നമ്മുടെ ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. ഇവിടുന്ന് മുകളിലോട്ട് ഇത് ആക്ച്വൽ ഡെവലപ്മെൻറ്റ്. ഇതിന് രണ്ടിനും ഇടയിലുള്ള ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക? ZPD എന്ന് പറയുക. ZPD അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്? ഇറ്റ് ഈസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ
the level of actual development and the level of potential development. അപ്പോൾ വൈഗോട്സ്കിയുടെ ഒരു ബിലീഫ് അനുസരിച്ചിട്ട് ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ് ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ഡെവലപ്മെൻറ്റ് തീർച്ചയായിട്ടും സോഷ്യൽ ഇൻ്ററാക്ഷനെയും അതുപോലെ തന്നെ സോഷ്യൽ ലേണിങ്ങിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഗ്യാപ്പിൻ്റെ വീതി കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആക്ച്വൽ ഡെവലപ്മെൻറ്റ് കൂട്ടണം, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് കൂട്ടണം. ഈ പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് കൂട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും ടീച്ചേഴ്സിൻ്റെ ഗൈഡൻസ് കൂട്ടണം, ഈ കൊളാബറേഷൻ വിത്ത് പിയർ ഗ്രൂപ്പ്, അതായത് അത് സോഷ്യൽ ഇൻ്ററാക്ഷനാണ്. അപ്പോൾ നമ്മുടെ സോഷ്യൽ ഇൻ്ററാക്ഷൻസ് കൂടുക, അപ്പോഴാണ് നമ്മുടെ ലൈഫ് ലോങ് ഉള്ള ഈ ഡെവലപ്മെൻറ്റ് നടക്കുക. ആ ഡെവലപ്മെൻറ്റിൻ്റെ ഈ രണ്ട് ഗ്യാപ്പിനിടയിലുള്ള ആ ഒരു സോണിനെയാണ് നമ്മൾ എന്ത് പറയുക? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ ലെവൽ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ലെവൽ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നു. അതാണ് ZPD എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റൊക്കെ നേടാനായിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ വേറൊരു വാക്കുണ്ട്. അതായത് നമ്മൾ സ്റ്റുഡൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ലേണേഴ്സ് ആയിരിക്കുമ്പോൾ നമ്മൾ ആരെയാണ് ആശ്രയിക്കുക? ടീച്ചേഴ്സിനെ അല്ലാതെ നമ്മുടെ സെയിം കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ സെയിം ഏജുള്ള പിയർ ഗ്രൂപ്പിനെ ആശ്രയിക്കുമല്ലോ. അപ്പോൾ അവരെങ്ങനെയായിരിക്കണം? ദേ ഷുഡ് ബി MKO. വാട്ട് ഈസ് ദിസ് MKO എന്ന് പറഞ്ഞാൽ? മോർ നോളജബിൾ അതർ. മോർ നോളജബിൾ അതർ, കൂടുതൽ അറിവുള്ള മറ്റൊരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. മോർ നോളജബിൾ അതറാണ് ഈ MKO കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ MKOയുടെ ഹെൽപ്പോടെ, നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ള ഒരാളുടെ ഹെൽപ്പോടുകൂടെ നമ്മുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കാറുണ്ട്. അയാളുമായിട്ടുള്ള ഇൻ്ററാക്ഷനിലാണ് നമ്മുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കാറുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഈ നമ്മളൊരു ക്ലാസ്സിലിരിക്കുകയാണ്. ആ ക്ലാസ്സിൽ നമ്മളെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന ഒരാളെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു ടെമ്പററി ഹെൽപ്പാണല്ലോ. ആ ടെമ്പററി ഹെൽപ്പിനെയാണ് നമ്മൾ സ്കഫോൾഡിങ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വീഡിയോസ് നമുക്ക് പുറകെ കാണാം.